നമ്മളെല്ലാവരും ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് യൂറോപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ്, സിട്രസ് ഹോളിഡേയ്സ് ഇൻ. ഇവിടെ നമ്മൾ സക്സസ് പാത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ജോബി ജോർജിനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം സർ. നമസ്കാരം. സിട്രസ് ഹോളിഡേയ്സ് കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് മാത്രമാണ് ട്രിപ്പ് പോകുന്നത്. ആദ്യം തന്നെ അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഒരുപാട് ഹോളിഡേയ്സ് കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി കമ്പനീസ് ഉണ്ട്. ഇവർ പല സ്ഥലങ്ങളിലേക്കുമാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ടീമിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരേ കൺട്രീസിൽ തന്നെ കൊണ്ടുപോയി ഇരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നൂറ്റാണ്ടുകളായിട്ടുള്ള ടൂർ കമ്പനികളുണ്ട്. അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ എന്ന് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടായിട്ടുള്ള തന്നെ ഉണ്ട്. അല്ലെങ്കിൽ കൊല്ലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടുകളായിട്ടുള്ള കമ്പനികളുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ ചെയ്യുന്നത് പല പല സ്ഥലങ്ങളിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അവർ സ്വാഭാവികമായിട്ട് ഒരു ഫോക്കസ് പല സ്ഥലങ്ങളിലേക്കായിരിക്കും. പല സ്ഥലങ്ങളിൽ സെയിം ടൈം ഫോക്കസ് ചെയ്യേണ്ടി വരും. അതൊരു നല്ല രീതിയിലുള്ള ടൂർ ചെയ്യുന്നു, കുഴപ്പമില്ലാതെ ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചത് ഒരു സ്ഥലത്തേക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, അതിൽ മാസ്റ്റർ ആവുക. ഏറ്റവും ബെസ്റ്റ് അപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും, ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റും. ഒരു സ്ഥലത്തേക്ക് മാസ്റ്റർ ആവുമ്പോൾ അത് ആ ബെനിഫിറ്റ് സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എന്തായാലും അത് ആ റിസൾട്ട് കിട്ടും, കസ്റ്റമേഴ്സിലേക്ക് എത്തും ആ റിസൾട്ട്. അപ്പോൾ അതാണ് നമ്മളതിൽ ഉദ്ദേശിച്ചത്. ഏറ്റവും ബെസ്റ്റ് റേറ്റ് കൊടുക്കുക, ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക. അതിനുവേണ്ടി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 1 year മുമ്പ് തന്നെ. ഉദാഹരണം പറയുകയാണെങ്കിൽ 2025 പർച്ചേസിലൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞു. എയർലൈൻസും ഹോട്ടൽസും എല്ലാം തന്നെ പർച്ചേസ് കഴിഞ്ഞു. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരയ്ക്കുമ്പം നമ്മളെല്ലാവരും ടൂർ പോകാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം ഒരു ടൂർ പാക്കേജ് കിട്ടുക, അല്ലെങ്കിൽ ടൂറിൽ നമുക്ക് ഇന്ന പ്ലേസ് അല്ലെങ്കിൽ ഇന്ന 2-3 ലൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇഷ്ടം നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ അതാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രീസ് മാത്രമാണ്. അതുകൂടാതെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ ഈ അഫോർഡബിൾ റേറ്റ് നമുക്ക് എങ്ങനെയാണ് ഒരാളിലേക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് അത്രയും ടീമിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 year മുമ്പേ നമ്മൾ പർച്ചേസ് ചെയ്യും. പിന്നെ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പർച്ചേസിംഗ് പവർ നമ്മൾ കൂടുതലാണ്. ഇപ്പോൾ വേറൊരു കമ്പനീസ് ആണെങ്കിൽ ഇവിടുത്തെ ഏത് വലിയ കമ്പനീസ് ആണ് നോക്കി കഴിഞ്ഞാലും അവർ സ്കാറ്റേഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റിൽ എപ്പോഴും കൂടുതൽ വരും, അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗ് പവർ ഒരു കുറവായിരിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് മാത്രം, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു സാധനം മാത്രം പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് മാത്രം വിപണനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്വാഭാവികമായിട്ട് ആ പർച്ചേസിംഗ് പവർ കൂടുകയാണ്. അത് തന്നെയാണ് അതിൻ്റെ പ്രധാന റീസൺ. അല്ലാതെ പ്രത്യേകിച്ചും അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ആ മുൻകൂട്ടി പർച്ചേസ് ചെയ്യുന്ന ആ ബെനിഫിറ്റ് എല്ലാം തന്നെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. സോ നമ്മുടെ ഉദ്ദേശത്തിന് തന്നെയുള്ളൂ ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക, ഏറ്റവും ബെസ്റ്റ് റേറ്റ് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായി മാറുക. ഓക്കെ. അപ്പോൾ ഈ സിട്രസ് എന്നുള്ള പേര്, അത് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന് ഹോളിഡേ അല്ലെങ്കിൽ സിട്രസ് ഹോളിഡേയ്സ്, അത് എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് വന്നത്? സ്വിറ്റ്സർലാൻഡ് ആണെന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അപ്പോൾ സ്വിറ്റ്സർലാൻഡിനോട് ബന്ധപ്പെട്ട ഒരു പേരാകണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ സിട്രസ് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു പേരാണെന്ന് കണ്ട് അന്നങ്ങനെ സ്വിറ്റ്സർലാൻഡിന് ബന്ധപ്പെട്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ സ്വിഫ്റ്റ് ആൻഡ് ട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഒരു നല്ലൊരു പേര്, യൂണിക്കായ ഒരു നെയിം വേണം, വ്യത്യസ്തമായ ഒരു പേര് വരാം. ഒരാൾ സ്വിട്രസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ വേറെ അങ്ങനെ ഒരു നെയിം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ആ ഒരു നെയിം തിരഞ്ഞെടുക്കാനുള്ള റീസൺ. നമ്മളിപ്പം പറഞ്ഞല്ലോ, ഇപ്പോൾ സിട്രസ് എന്നുള്ള പേര് വന്നു. ഇതുപോലെ തന്നെ നമ്മൾ 12 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലുണ്ട്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരണം എന്നുള്ള ആ ഒരു തോട്ട് എങ്ങനെയാണ് വന്നത്? ഇപ്പം ഞാൻ വർക്ക് ചെയ്തായിരുന്നത് ഇതേ സെയിം ഫീൽഡിൽ. ഇപ്പം സ്റ്റാർട്ടിങ് എൻ്റെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റോടുകൂടിയാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അങ്ങനെ പല കമ്പനികളിൽ വർക്ക് ചെയ്ത് 2-3 കമ്പനികൾ വർക്ക് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വന്ന് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നൊരു ആഗ്രഹം തോന്നി. അതിൻ്റെ ബേസിലാണ് ഞാനായിട്ടാണ് കമ്പനി തുടങ്ങി വെക്കുന്നത്. എൻ്റെ 27-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു സർവീസ് കൊടുക്കുന്ന, അന്ന് ആരും ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ചിട്ട്. 2012 കാലഘട്ടമാണ്
2012 കാലത്തിൽ യൂറോപ്പിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ തന്നെ ഇവിടെ ചുരുക്കമാണ്, വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ. അന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചാണ് ശരിക്കും ഈ ഒരു നല്ലൊരു സർവീസ് കൊടുക്കുന്ന യൂറോപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അയ്യോ യൂറോപ്പിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിസ കിട്ടാൻ ടഫാണ്, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും, കോസ്റ്റ് കൂടുതലാണ്, അങ്ങനെയാണെന്ന് ചിന്തകളുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഇങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്ത് ആൾക്കാരുടെ ചിന്താഗതിനെ മാറ്റിമറിച്ചുകൊണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാം, എങ്ങനെ ഇത് ജനകീയമാക്കാമെന്ന് ചിന്തിച്ചത്. അന്ന് അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നും നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഈ 2024 വരെ തന്നെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കാര്യമായിട്ട് മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലും. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്ന് 86,000 രൂപയ്ക്കാണ് യൂറോപ്പ് ഓപ്പറേറ്റ് ചെയ്യണേ. 2012 86,000 രൂപയ്ക്ക് യൂറോപ്പ് ഇന്ത്യയെ പോലും ഒന്ന് കറങ്ങി വരണമെങ്കിൽ അന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ പോലും 80,000 രൂപയെങ്കിലും മിനിമം വേണം. 80,000 രൂപ തികയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല 80,000 രൂപയ്ക്ക് ഇന്ത്യയിൽ തന്നെ കറങ്ങി വരാൻ പറ്റുമെന്ന്. സോ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ യൂറോപ്പിലേക്കുള്ള സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ 2012 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തിട്ട് അന്നത്തെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ മീൻസ് ബിസിനസ് എന്നുള്ളത് ഫാമിലി പരമായിട്ട് വന്നതല്ലല്ലോ, സാറിന്റെ സ്വന്തം ഒരു ഐഡിയയിൽ ഇത് സ്റ്റാർട്ടിങ് ചെയ്തൊരു കാര്യം. കൃഷിക്കാരനാണ്, രണ്ടുപേരും കൃഷിക്കാരാണ്. ഓക്കെ, അപ്പോൾ മീൻസ് എൻ്റെ ക്വസ്റ്റ്യൻ അതായിരുന്നു. നമ്മൾ 2012 സ്റ്റാർട്ട് ചെയ്ത് സാറിൻ്റെ ഐഡിയയിൽ ആണ് ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഒരു ട്രാവലിംഗ് ഉണ്ട് 2012 ടു 2024 നിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കമായിരിക്കും ഈ പുറം രാജ്യങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നതും അല്ലെങ്കിൽ ടൂർ പാക്ക് എടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ജേണി, അതെങ്ങനെയായിരുന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അപ്പനമ്മയും ഒരു കൃഷിക്കാരാണ്, രണ്ടുപേരും കൃഷിക്കാരാണ്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷന് ശേഷമാണ് തുടങ്ങുന്നത്. അപ്പം 2012 തുടങ്ങി, ഇത് 2024 നിൽക്കുമ്പോൾ ഒരുപാട് കടമകളിലൂടെ പോയിട്ടുണ്ട്. ആദ്യം ആരും ഇത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. 86,000 രൂപയ്ക്ക് യൂറോപ്പിലേക്ക് ടൂർ എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാന്ന് പറഞ്ഞിരുന്ന ആൾക്കാരെ. സോ നമ്മളത് അറിയുന്ന ആൾക്കാരാണ് കൂടുതലും വന്ന് ജോയിൻ ചെയ്ത് സക്സസ്ഫുൾ ആയപ്പോൾ അവർ വേറെ ആൾക്കാരോട് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു മൗത്ത് പബ്ലിസിറ്റിയിൽ അഡ്വർടൈസ്മെന്റ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം 2024 വരെ സിട്രസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ലാതെയാണ് എല്ലാ മാസവും യൂറോപ്പിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് മൗത്ത് പബ്ലിസിറ്റി ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അന്ന് ആ റേറ്റും അത്രയ്ക്കും നല്ല റേറ്റ് ആയിരുന്നു. ആൾക്കാർ ആദ്യം വിശ്വസിക്കും. 2019 പോലും ആൾക്കാർ വിശ്വസിക്കാത്തവരുണ്ട്. ഇപ്പോഴും പോലും ഇപ്പൊ നമ്മുടെ റേറ്റ് വരുന്നത് 2 lakhs വരുന്നുണ്ട്. കാരണം കൊറോണയ്ക്ക് ശേഷം ഇത്രയും അധികം വ്യത്യാസങ്ങളുണ്ടായി. അപ്പം ഈ ജേണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് സ്റ്റാർട്ടിങ്ങിൽ ആരും വിശ്വസിക്കാത്തൊരു കാലഘട്ടം. ഇതെങ്ങനെ ഇവർക്ക് പറ്റും, ചുമ്മാ പറ്റിക്കാനായിട്ട് കുറെ കമ്പനികളിലൂടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന കാലഘട്ടമായിരുന്നു. അപ്പം അതൊരു വലിയ കടമ്പിയായിരുന്നു. അത് കടന്ന് ഇങ്ങനെ പതുക്കെ വരുമ്പോൾ GSTയുടെ പ്രോബ്ലംസ് ഉണ്ടായി, മോണറ്റൈസേഷൻ ഉണ്ടായി. അതും കഴിഞ്ഞ് വരുമ്പോൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ടൂർ ഓപ്പറേറ്റ് ചെയ്ത ഏക കമ്പനി നമ്മളാണ്. വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിന് മുഴുവൻ ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്ത് എത്തിച്ച് നമുക്ക് മാത്രമായിട്ട് ഒമാൻ എയർവേസ് എയർലൈൻ ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെയുള്ള പോയി. 2019 ഇതേ അവസ്ഥ തന്നെ. അത് കഴിഞ്ഞ് 2020 കഴിഞ്ഞപ്പോൾ അടിയോടടിയായി ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത് ഞങ്ങളെയാണ്. 2 വർഷത്തോളം കമ്പനി അടച്ചിട്ടു. അന്ന് ഞങ്ങൾ വീണ്ടും മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഇതൊക്കെ തമിഴ്നാട്, കർണാടകത്തിൽ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കാണ് കൊറോണ വരുന്നത്. അങ്ങനെ അതെല്ലാം ഒറ്റയടിക്ക് അടച്ചുപൂട്ടി. യൂറോപ്പിലെ കുറെ ഹോട്ടലുകൾക്ക് ലീസ് ഉണ്ടായിരുന്നു, അവിടെ അഡ്വാൻസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി. ആക്ച്വലി നമ്മൾ 1 year മുൻപേ നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്, അത്രയും പേയ്മെന്റ് ഹോൾഡ് ചെയ്ത് കിടക്കും. ആ പേയ്മെന്റ് എയർലൈൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. 2000 എമൗണ്ട് കഴിഞ്ഞു പോയി, മൊത്തം പോയി. എമൗണ്ട് മാത്രമല്ല, ഓഫീസുകൾ മുഴുവൻ അടച്ചുപൂട്ടി, എല്ലാം പോയി. ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത് ടൂറിസം മേഖല തന്നെയാണ്. 2 വർഷത്തോളം അടച്ചുപൂട്ടി. ഫ്ലൈറ്റ് ഒന്നുമില്ല, ട്രാവലിംഗ് ഒന്നുമില്ല, എല്ലാ ഓഫീസുകളും അടച്ചുപൂട്ടി. തൃശ്ശൂരത്തെ മാത്രം ഓഫീസാണ് അന്നും കീപ്പ് ചെയ്തത്. അപ്പം അന്ന് സ്റ്റാഫുകളൊക്കെ കൂടെ നിന്നു. അന്ന് കമ്പനിക്ക് കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ലോണോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും തന്നെ എഫക്ട് ചെയ്തില്ല. പിന്നെ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോണ പരിപാടി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓപ്പറേഷൻ അല്ല കമ്പനിയുടെ. ഒരു തരത്തിലും ഇതിന്റെ പ്രോഫിറ്റ് പുറത്തേക്ക് പോവില്ല. ഈ സിട്രസിൽ കിട്ടുന്ന പ്രോഫിറ്റ് സിട്രസിന്റെ വളർച്ചയ്ക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നൊരു ചെറിയൊരു സാലറി മറ്റുള്ളവർ എടുക്കുന്ന പോലെ തന്നെ സാലറി മാത്രമേ ഇതിലുള്ള വർക്ക് ചെയ്യുന്നവർ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിലുള്ളവർ എടുക്കുന്നുള്ളൂ. ഞാനാണെങ്കിൽ പോലും ഒരു വലിയ ചെറിയൊരു സാലറിയാണ്
ഞാനും ഇവിടെ ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ്, ഞാനും ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ് വളർത്തുന്നത്. കമ്പനിയുടെ ഒറ്റ ഉദ്ദേശം ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആകണം, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആകണം, അതാണ് ഡ്രീം. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് പോലും ആരും തന്നെ എടുക്കാത്തത്. കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഇതിന്റെ എല്ലാ പ്രോഫിറ്റും ഉപയോഗിക്കുന്നത്. ആക്ച്വലി എല്ലാ വീക്കിലും നമ്മൾ പോകുന്നുണ്ടല്ലേ? എല്ലാ വീക്ക് മാത്രമല്ല, എല്ലാ വീക്ക് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എല്ലാ വീക്ക് എന്ന് പറയാം. നമുക്ക് പറയുമ്പോൾ എല്ലാ വീക്കിലും ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ സീസൺ ടൈമിങ്ങളിലെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഡൽഹിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത്? ഇപ്പം നമ്മളുള്ള തൃശ്ശൂര്, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, ഇത്രയും സ്ഥലങ്ങളാണ് പ്രസന്റിൽ ഉള്ളത്. ഇപ്പം നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്നത് കൽക്കട്ട, ലക്നൗ, പിന്നെ ജയ്പൂർ, പിന്നെ നമ്മുടെ ഒറീസയില് അതിന്റെ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞത് റായ്പൂർ. ഇത്തരം സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. പിന്നെ പുറത്ത് ദുബായ് പ്ലാൻ ചെയ്യുന്നുണ്ട്, കൊറിയ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഇന്തോനേഷ്യ പ്ലാൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇയറോടെ ഇന്തോനേഷ്യ പ്ലാൻ ചെയ്യുന്നത്, US. ഇത്രയും സ്ഥലങ്ങളാണ് നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പം ഈ ഒരു സിട്രസ് ഹോളിഡേയ്സ് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളുണ്ട്? ഇതിനോട് അലൈഡ് ബിസിനസ് ആണുള്ളത്. അതിപ്പോ ഒരു യൂറോപ്പിലെ DMC ആണ്, സിട്രസ് DMC എന്ന് തന്നെ പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് യൂറോപ്പിന്റെ ലാൻഡ് അറേഞ്ച്മെന്റ്സ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അവിടെ ഹോട്ടൽസ് ലീസിനുണ്ട്, നമുക്ക് ബസ്സിന് ലീസിനുണ്ട്, റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉണ്ട്, അങ്ങനത്തെ യൂറോപ്പിലെ എല്ലാ അറേഞ്ച്മെന്റ്സും. അത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ലോകത്തുള്ള മിക്ക കമ്പനികൾക്കും അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുന്ന ആ കമ്പനിയാണ്. അതും നമ്മളോട് ചേർന്നിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അതിനോട് കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പർച്ചേസിംഗ് പവർ ഭയങ്കര കൂടുതലാണ്. ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഒരുപാട് കമ്പനികൾക്ക് അതിന്റെ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു പർച്ചേസിംഗ് പവർ ആയിട്ട് മാറി, ആ കമ്പനി ഒരു പർച്ചേസിംഗ് പവർ ആക്കി മാറ്റാൻ പറ്റി. അതിന്റെ ബേസിലാണ് ഈ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമുക്കൊരു ഡ്രീം പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകത്തിലെ, നേരത്തെ പറഞ്ഞതുപോലെ സിട്രസ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് വളരണം എന്നുള്ളതാണ് ഒരു ഡ്രീം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് യൂറോപ്യൻസ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൽ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാരങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൽ യൂറോപ്പിലേക്ക് ടൂർ പോകണം നമ്മളാരും അങ്ങനെ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടോന്ന് എൻ്റെ അറിവിലില്ല. ഒരു 2026 കൂടി നമുക്കത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ്? വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാനതിൻ്റെ സാധ്യതകൾ പഠിച്ചപ്പോൾ മനസ്സിലായത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ അല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും യൂറോപ്പാണ് ബേസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അവിടെ ഹോട്ടൽസിന് ചെയിൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് രണ്ടുമാണ് ഡ്രീമായിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ. സോ എൻ്റെ ഫാമിലിയെ പറ്റി പറയും. ഫാദർ ജോർജ്, അപ്പൻ്റെ പേര് ജോർജ് എന്നാണ്. അമ്മ അമ്മണി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിക്കാരാണ് രണ്ടുപേരും. വൈഫ് ഹെയിൽമേരി. ഇത്രയും പേരാണ് ഫാമിലിയിലുള്ളത്. വൈഫ് ബിസിനസ്സിലേക്ക് ഇല്ല, ഇപ്പോൾ ഇല്ല. ഉണ്ടായിരുന്നു കുറച്ച് നാളെ, ഇപ്പോൾ ഇല്ല. ഓക്കെ, എന്തായാലും വൈഫിന്റെ ഒരു സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും കാണുമല്ലോ. കാരണം വൈഫ് കാരണമാണ് ഈ ബിസിനസ് ഇങ്ങനെ ആയത്. ഓക്കെ, ഒരു ടേണിംഗ് പോയിന്റിൽ ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് വലിയ കാര്യം തന്നെയാണ്. കാരണം ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും ഉണ്ടാവും നമുക്ക്. അത് പാരൻസ് ആയിട്ടാണെങ്കിലും ശരി, വൈഫ് ഏത് രീതിയിലും നമുക്ക് കാണും. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഇവിടെ എൻക്വയറീസ്, നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടാവും. അപ്പം കുറച്ച് മുൻപേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മൾ മൗത്ത് ടു മൗത്താണ്, കേട്ടറിഞ്ഞുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്ലയൻറ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്ക് ഇവിടെ വരുന്ന എൻക്വയറീസും എങ്ങനെയാണ്? ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിലേക്കാണ് നമ്മൾ മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ലൈഫ് ടൈം വൺ ടൈമൊക്കെ ആയിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ട്രാവൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം, ഇപ്പോൾ ചിലപ്പോൾ യൂറോപ്പ്, സെൻട്രൽ യൂറോപ്പ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പ്, അല്ലെങ്കിൽ UK യൂറോപ്പ്, അങ്ങനെ ഇതായിരിക്കും 1-2 പ്രാവശ്യം മാക്സിമം ട്രാവൽ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ ആ കസ്റ്റമേഴ്സ് എല്ലാം കാണുന്നത് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ടാണ്. അപ്പം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ വിടും. കാരണം ഈ കൂടുതൽ ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും മറ്റുള്ള ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ട്രാവൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളവർ കാണുന്ന ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ കാണുന്ന ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ്. അവർ തന്നെ റെഫർ ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ എനിക്ക് തോന്നുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ
ഒരു 75% അല്ലെങ്കിൽ 80% റെഫറൻസ് കസ്റ്റമേഴ്സാണ് ഒരുപാട് വരുന്നത്. അഡ്വർടൈസ്മെന്റ് പറഞ്ഞു ഞങ്ങളിപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും സ്പ്രെഡ് ആകുമ്പോൾ ഇതൊരു ബ്രാൻഡിങ് വേണം. ഇത് ഞങ്ങളെ കുറിച്ചുള്ള ഏറ്റവും ആൾക്കാർ കൂടുതൽ പറയുന്നത് ഈ കമ്പനി കേട്ടിട്ടൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. 12 വർഷമായിട്ട് യൂറോപ്പിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും മാർക്കറ്റിൽ ഇത്രയും അധികം ആൾക്കാർ കൊണ്ടുപോയി നമ്മളെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. അതിന് പ്രധാന റീസൺ ഇതാണ്, നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ല, റെഫറൻസ് ആണ് കൂടുതൽ. ഞങ്ങളിലേക്ക് ഇപ്പോൾ എത്തിപ്പെടുന്ന കസ്റ്റമേഴ്സ് കൂടുതലും റെഫറൻസിൽ കൂടെ തോന്നുന്നത്. ഇപ്പോൾ ഈ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം, അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം അങ്ങനെയും വരുന്നുണ്ട്. എന്നാലും അവർ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നതാണ് ഈ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ല എന്നാണ് അധികം ചോദിക്കുന്നത്. റീസൺ നേരത്തെ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് ഇല്ല. നമുക്ക് ഇവിടെ ക്ലയൻറ്റ് ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ 3-4 തവണ നമ്മളിലൂടെ തന്നെ യാത്ര ചെയ്ത കസ്റ്റമേഴ്സ് കാണും. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ അഫോർഡബിൾ റേറ്റ് ആണ്, അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് വീണ്ടും നമ്മൾ എന്തെങ്കിലും ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? വീണ്ടും വീണ്ടും ട്രാവൽ ചെയ്യുന്നവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാം. നമുക്കത് അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമുക്കറിയാം, ഓൾറെഡി നമുക്ക് ഡാറ്റാബേസ് ഉള്ളതാണ്. അപ്പോൾ അവർ വീണ്ടും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഓൾറെഡി ഒരു ട്രാവൽ ചെയ്ത് ഒരു എന്താ പറയുക, അവർക്കൊരു വീണ്ടും ട്രാവൽ ചെയ്യുന്നുള്ള ആൾക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ രണ്ടാമത് ട്രാവൽ ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ തന്നെ അവരുടെ ഫാമിലിയിലുള്ളവരെ ഇപ്പം ഞാൻ നേരത്തെ റെഫറൻസ് ഏറ്റവും കൂടുതൽ റെഫറൻസ് അവർ ഫാമിലിയിലുള്ളവർ. നല്ല ടൂർ എന്ന് പറയുമ്പോൾ അവർ ഫാമിലിയുള്ളവർ വരും. നമ്മുടെ കൂടെ പോകുന്നവർ ഹാപ്പിയാണ്. നമ്മൾ അത് തന്നെയാണ് മെയിൻലി നോക്കുന്നത്. അപ്പോൾ മറ്റൊരു കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് തിരുത്തിക്കൊണ്ട്, ഒരു കമ്പനിക്കും 100% ഒന്നും 100% ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും, പക്ഷെ ഞങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും അത് ഒരു കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ പോലും അതിനെ ആ കസ്റ്റമർ പറഞ്ഞ കംപ്ലൈന്റിനെ എങ്ങനെ പരിഹരിക്കാമെന്നേ നോക്കാറുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ മികച്ചതാക്കാൻ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ മൈൻഡ് ചെയ്യാതെ വരുന്ന പരിപാടിയില്ല. നമ്മൾ ആ കസ്റ്റമർ പറഞ്ഞ കംപ്ലൈന്റ്, ഒരു കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് ഉറപ്പായിട്ട് നെക്സ്റ്റ് നമ്മൾ അതിനേക്കാളും മികച്ചതാക്കാൻ നോക്കും. തീർച്ചയായിട്ടും നമ്മൾ റിറ്റെയിൻ ചെയ്യണം അവരെ. റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സ് നമ്മൾ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം 100% നമ്മൾ വിലക്കെടുത്തുകൊണ്ട് മികച്ചതാക്കാൻ നോക്കുക, ഇതിനേക്കാളും സൂപ്പറാക്കുന്നത്. ഇപ്പം നമുക്ക് അടുത്ത കൊല്ലം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മികച്ചതാക്കുന്ന ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനി ഒറ്റാൾക്ക് പോലും ഇല്ലാത്തൊരു ഫെസിലിറ്റി ആയിട്ടാണ് യൂറോപ്പിലുള്ള തന്നെയുള്ള അല്ലെങ്കിൽ സ്വിസ്സിലുള്ള ഒരു കമ്പനി ഉണ്ട്, യുങ്ഫോ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ഒരു വലിയൊരു കമ്പനിയാണ്. ആൽപ്സിൻ്റെ മുകളിലേക്ക് ട്രെയിൻ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അത്രയും സീറ്റ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനി യൂറോപ്പിൽ ഉണ്ടാവില്ല, അത്രയും അധികം ആൾക്കാരെ കൊണ്ടുപോയിട്ട് കമ്പനി ഉണ്ടാവില്ല. അപ്പോൾ ഈ 2024 നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ കേട്ടറിഞ്ഞവർ വന്നാണ്. നെക്സ്റ്റ് ഇയർ മുതൽ ഞങ്ങൾ അതും കൂടിയും അവരുടെ ആ സർവീസുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് അതും കൂടിയും ഇൻക്ലൂഡ് ചെയ്ത് കോസ്റ്റ് വ്യത്യാസമില്ലാതെ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ സർവീസാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 22,000 രൂപയോളം വരുന്ന സർവീസ് ഞങ്ങളുടെ ഈ കോസ്റ്റിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ ആകെ 3,000 രൂപയുടെ ഇൻക്രിമെൻറ്റ് വരുന്നുള്ളൂ. 3,000 രൂപയുടെ മാത്രം വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു സർവീസ് നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അതുപോലെ നമ്മൾ ഇപ്പം പറഞ്ഞു നമ്മൾ 2025 വരെ ബുക്കിംഗ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസണിൽ സ്പെഷ്യൽ ബുക്കിംഗ് നമുക്ക് കൂടുതൽ വരുന്നുണ്ടോ? ഇപ്പം ഫെസ്റ്റിവൽ സീസൺ എന്നല്ല, ശരിക്കും വെക്കേഷൻ ടൈമാണ്. ഏപ്രിൽ മെയ് മാസം വെക്കേഷൻ ടൈമാണ്. ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് വെക്കേഷൻ ടൈമിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഏകദേശം നമുക്ക് ടൂറുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. അപ്പോൾ അത്രയും ടൂറുകൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു ഓഫ് സീസൺ ടൈമായിട്ട് പോലും. ശരിക്കും ഇത് ഓഫ് സീസൺ ടൈം എന്നാണ് പറയുക യൂറോപ്പിലേക്ക്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഇതൊരു ഫീൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒരുപോലെ തന്നെയാണ്. ചില ആൾക്കാർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വരാറുണ്ട്. ഇപ്പം വിൻ്റർ സമയത്ത് എക്സ്പീരിയൻസ് അല്ല ഈ അത് കഴിഞ്ഞിട്ടുള്ള വരുന്ന പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു 4 സീസൺ ഉണ്ട്. ഒരു മഞ്ഞ കളർ വരുന്നൊരു സീസൺ ഉണ്ട്, എല്ലാം വെള്ളയാകുന്നൊരു സീസൺ ഉണ്ട്, എല്ലാം ഗ്രീൻ ആകുന്നൊരു സീസൺ ഉണ്ട്, എല്ലായിടത്തും നിറച്ച് പൂക്കൾ വരുന്നൊരു സീസൺ ഉണ്ട്. ഓരോ സമയത്തും യൂറോപ്പ് വ്യത്യസ്തമായ റീസൺ യൂറോപ്പിൻ്റെ ടൂറിസം ബേസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ബ്യൂട്ടിയിലാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കിട്ടാറുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നവരും ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ സാർ നമ്മുടെ അപ്കമിങ് പ്രൊജക്ട്സ്, നമ്മുടെ ന്യൂ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് നമുക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് തുടങ്ങുന്നതാണ് ആഗ്രഹം. അതുപോലെ യൂറോപ്പിൽ ഹോട്ടൽസ് ചെയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഇത് വരുന്നുള്ളൂ. പിന്നെ ഓഫീസുകളാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ
മിക്ക സംസ്ഥാനങ്ങളിലും ഓപ്പൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ 25 മേജർ ടാക്സ് പ്ലേയേഴ്സിൽ ഒരാളാണ് സിട്രസ് ഇപ്പോൾ നിലവിൽ. അപ്പം ആ രീതിയിലേക്ക് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് എല്ലാ തരത്തിലും വളരാനാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ലോകത്തിലെ എല്ലാത്തിലേക്കും പരക്കുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലേക്ക് സിട്രസ് എത്താനായിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ വ്യക്തികളും ഒരു ടൂർ പോവാന്ന് പറയുമ്പോൾ ഓർക്കണം നമ്മുടെ ഈ പേര്, അല്ലേ? തീർച്ചയായിട്ടും മറ്റൊരാളെ സജസ്റ്റ് ചെയ്യരുത്. ടാഗ്ലൈൻ തന്നെ അങ്ങനെയാണ്, തിങ്ക് യൂറോപ്പ്, തിങ്ക് സിട്രസ്. യൂറോപ്പിനെ കുറിച്ച് ഒരാൾ ചിന്തിക്കുമ്പോൾ സിട്രസിനെ ആദ്യം ആലോചിക്കും. യൂറോപ്പിൽ നിന്ന് നാളെ ഒരാള് ചോദിക്കുന്നതിന് പകരം സിട്രസ് എന്ന് ചോദിക്കുന്നത് എന്റെ ആഗ്രഹം നടക്കുമെന്ന് നോക്കാം നമുക്ക്. തീർച്ചയായിട്ടും. കാരണം നമ്മള് പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ തുടങ്ങിയ ഒരു കാര്യമാണ്. അത് ഈ ഒരു ലെവലിലേക്ക് ഇന്ന് വരെ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മീൻസ് ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാത്ത വഴികളിലൂടെ ഞാനിപ്പോൾ ഇത്രയും എത്തിയെന്ന് പറയാം. തുടക്കത്തിൽ നമ്മൾ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ അന്ന് ആ ഒരു നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂറോപ്പ് ഒന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ട് കാണിക്കണം, ഇതാണ് അന്ന് ചിന്തിച്ചത്. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഇത്ര വലിയ ബിസിനസ് ആവുന്നൊന്നും ഒരിക്കലും അന്ന് ചിന്തിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പ് വരികയാണെങ്കിൽ പോലും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ കൊറോണയ്ക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഉറപ്പായിട്ടും പറ്റും, നമ്മളെ കൊണ്ട് ഇത് പറ്റും, നാളെ നമ്മുടെ പേര് തന്നെ വരും. നാളെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ സിട്രസ് എന്ന് ജനങ്ങളെല്ലാം ആലോചിക്കുന്ന തരത്തിലേക്ക് സിട്രസ് വരാൻ പറ്റുമെന്ന് ഉറപ്പായത് കൊറോണയ്ക്ക് ശേഷമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മൾ പറഞ്ഞു കസ്റ്റമർ സപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസ്, ഇവിടെയുള്ള എംപ്ലോയീസ് നമുക്ക് തരുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ. എംപ്ലോയീസ്, ഒരു കമ്പനിയും എംപ്ലോയീസിനെ സപ്പോർട്ട് ഇല്ലാതെ വളരില്ല. ഈ കമ്പനി വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് ആ എംപ്ലോയീസ് ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. എംപ്ലോയീസ് അതുപോലെ കമ്പനിയുടെ ഒപ്പം ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് പോലെയാണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി പോലെയാണ് കരുതുന്നത്. ഇവിടെയുള്ള എംപ്ലോയീസ് എല്ലാം തന്നെ ഈ ഫാമിലി അംഗങ്ങളാണ്. ഓരോ ബ്രാഞ്ചസും ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെയുള്ള ഒരാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളത് ടേക്ക് കെയർ ചെയ്യും. അതിപ്പോൾ ചിലപ്പോൾ അവരുടെ ഫാമിലി എന്തെങ്കിലും ഒരാൾക്കൊരു അസുഖം വരാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് വരാം, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. സിട്രസിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ ഫാമിലിയും കൂടിയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ആക്ച്വലി പ്രഷറിൽ ആരും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട. കാരണം പ്രഷറിലിരിക്കുമ്പം ആ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല അവര്. ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും അതാണ് കറക്റ്റ്. ആ ഒരു റിസൾട്ട് കിട്ടില്ല. കാരണം അവർ ഓക്കെ ആണെങ്കിലാണ് നമ്മളും ആ ഒരു നെക്സ്റ്റ് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. 100% ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് റിസൾട്ട് തരാൻ പറ്റും. അവർക്ക് ഒട്ടും ഹാപ്പി ആവാൻ പറ്റില്ല. ഹാപ്പി ആണെങ്കിൽ അവർക്ക് റിസൾട്ട് തരാൻ പറ്റില്ല, ഉറപ്പല്ലേ? അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ്, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എൻജോയ് ചെയ്തിട്ടാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് തരാൻ പറ്റും. സർ, അപ്പോൾ ഒരുപാട് സന്തോഷം സാറിൻ്റെ ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചതിൽ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സർ.